ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ചർച്ചസ്തവത്തിലെ അടുത്ത ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ താൻ സ്തോത്രകർത്താവാണ് എന്നുള്ള അഭിമാനം ത്യജിച്ച് ദേവിയെ സ്തുതിക്കാൻ താൻ യോഗ്യനാണോ എന്നുള്ള തൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ആചാര്യകവി. ദേവി സ്തുതിവ്യതികരേ കൃത ബുദ്ധയസ്തേ വാചസ്പതി പ്രഭൃതയോ അപി ജഡീഭവന്തി തസ്മാന്നിസർഗജഡിമാ കഥമോഹമത്ര സ്തോത്രം തവ ത്രിപുരതാപന പത്നി കർത്തും. ദേവി, അല്ലയോ പരദേവതേ, തേ സ്തുതി വ്യതികരെ, നിന്തിരുവടിയെക്കുറിച്ച് സ്തോത്രം രചിക്കുന്ന പരിശ്രമത്തിൽ കൃതബുദ്ധയ, ബുദ്ധി തീക്ഷ്ണ ഉള്ളവരായ വാചസ്പതി പ്രഭൃതയ, ബൃഹസ്പതി മുതലായ വിദ്വാൻമാരും കൂടി ജഡീഭവന്തി, അസമർത്ഥരായി കഴിവില്ലാത്തവരായി തീരുന്നു. സ്വതവേ കുശാഗ്രബുദ്ധി ഉള്ളവരാണെങ്കിലും കൂടി ദേവഗുരുവായ ബൃഹസ്പതി മുതലായ മഹാജ്ഞാനികൾ കൂടി നിന്തിരുവടിയെ സ്തുതിക്കുന്ന വിഷയത്തിൽ മൂകരായി തീരുന്നു. തസ്മാത്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ, നിസർഗജഡിമ, സ്വാഭാവികമായും മന്ദബുദ്ധിയായ ഞാൻ, കഥമഹ അഹം അത്ര സ്തോത്രം തവ കർത്തും, നിന്തിരുവടിയുടെ സ്തോത്രം രചിക്കാൻ മാത്രം ഞാൻ ആരാണ്? അതിന് ഞാൻ എങ്ങനെ സമർത്ഥനാവാനാണ്? ത്രിപുരതാപന പത്നി, അല്ലയോ ത്രിപുരാന്തകനായ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ദേവി, ഭവതി തന്നെ പറഞ്ഞാലും. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്നത് തൈത്തിരീയ ഉപനിഷത്ത് വചനമാണ്. വാക്കുകൾക്കും മനസ്സിനും കൂടി പ്രാപിക്കാനാവാതെ പിന്മടങ്ങുന്നത് ഏതൊന്നിൽ നിന്നാണോ ആ പരതത്വമാണ് ദേവി. അല്ലയോ ദേവി, അവിടുത്തെ മഹിമകളെ വർണ്ണിച്ച് സ്തോത്രം രചിക്കാൻ ബൃഹസ്പതി മുതലായ ദേവപണ്ഡിതന്മാർക്ക് പോലും അസാധ്യമാണ് എന്നിരിക്കെ എന്നെക്കൊണ്ട് അതെങ്ങനെ സാധ്യമാവും എന്ന് വിനയപൂർവം ആചാര്യകവി തൻ്റെ സംശയം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. സ്തോത്രം 6 വിധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരസ്തഥാശീശ്ച സിദ്ധാന്തോക്തി പരാക്രമ വിഭൂതി പ്രാർത്ഥനാചേതി ഷഡ്വിധം സ്തോത്രലക്ഷണം. നമസ്കാരം, ആശീർവാദം, സിദ്ധാന്തം കുറിച്ച് പറയുക, പരാക്രമം പ്രശംസിക്കുക, പിന്നെ വിഭൂതികളെ വർണ്ണിക്കുക, പിന്നെ പ്രാർത്ഥന. ഇങ്ങനെ 6 വിധത്തിലാണ് സ്തോത്രങ്ങളുടെ വിഭജനം. ഇവയൊക്കെ ലൗകികമായ ഗുണാനുവാദങ്ങളാണ്. പുരാണങ്ങളിലൊക്കെ കാണുന്ന ബൃഹസ്പതി, ബ്രഹ്മാവ് മുതലായ ദേവഗണങ്ങളും ഋഷിഗണങ്ങളും ചെയ്യുന്ന സ്തോത്രങ്ങളാണെങ്കിൽ പോലും ഇത്തരം ലൗകികമായ ഗുണങ്ങളെ അനുസരിച്ചുള്ള സ്തുതികളാണ്. ശ്രീ പരാശക്തിയുടെ നിരതിശയമായ പ്രഭാവങ്ങളെക്കുറിച്ചോ പരവിഭൂതിയെക്കുറിച്ചോ വർണ്ണിക്കാൻ അവർ പോലും അസമർത്ഥരാണ്. ഇവരുടെയൊക്കെ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സ്വതവേ മന്ദമതിയായ എൻ്റെ കാര്യം എന്ത് പറയാനാണ് എന്ന് സവിനയം തൻ്റെ കഴിവില്ലായ്മയെ അറിയിക്കുകയാണ് കവി. അതസ്ത്വാം ആരാധ്യാം ഹരിഹരവിരിഞ്ചാതിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യ പ്രഭവതി എന്ന സൗന്ദര്യലഹരി പ്രഥമ ശ്ലോകത്തിൽ ആ പ്രഥമ ശ്ലോകത്തിൻ്റെ ആശയവുമായി സാമ്യമുള്ളതുകൊണ്ട് സൗന്ദര്യലഹരി വ്യാഖ്യാതാവായ ശ്രീ കാമേശ്വര സൂരി തൻ്റെ അരുണമോദിനി എന്ന പേരുള്ള പ്രസിദ്ധമായ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൽ ചർച്ചസ്തവത്തിലെ ഈ ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 4-ാമത്തെ ശ്ലോകം നോക്കാം. സ്തോത്രരചനയിൽ അശക്തനാണ് താൻ എന്ന ബോധ്യമുണ്ടെങ്കിലും തൻ്റെ ഭക്തിരസത്തിൻ്റെ ഉദ്ദീപനം, ആ ആവേശം വെളിപ്പെടുത്തുകയാണ്
അടുത്ത ഈ 4-ാമത്തെ ശ്ലോകത്തിൽ. മാതസ്തഥാപി ഭവതിം ഭവതീവ്രതാപവിച്ഛിത്തയേ സ്തവമഹാർണവ കർണധാരഃ സ്തോതും ഭവാനി സഭവച്ചരണാരവിന്ദ ഭക്തിഗ്രഹ കിമപി മാം മുഖരീകരോതി. മാതഃ, അല്ലയോ എൻ്റെ അമ്മേ, തഥാപി, സ്തോത്രരചനാദികളിൽ ഞാൻ മന്ദബുദ്ധിയാണെങ്കിലും കൂടി, കഴിഞ്ഞ ശ്ലോകത്തിൽ ഞാൻ താൻ പ്രസ്താവിച്ച കാര്യമാണത്. ഭവതീവ്രതാപവിച്ഛിത്തയെ, സംസാരമാകുന്ന ഈ ജന്മദുഃഖത്തിൻ്റെ തീക്ഷ്ണമായ സന്താപം ഇല്ലാതാക്കാനായിട്ട് സ്തവമഹാർണവ, ഗാംഭീര്യം മുതലായ നിരവധി കാവ്യഗുണങ്ങളാൽ ദുരവഗാഹമായിരിക്കുന്ന, എളുതിൽ ആഴം കാണാൻ സാധിക്കാത്ത നിന്തിരുവടിയുടെ സ്തുതി ആകുന്ന മഹാസാഗരം കരകടത്തിവിടാനുള്ള കർണധാരക, നാവികനായി ഇരിക്കുന്ന സഹ ഭവത് ചരണാരവിന്ദ ഭക്തിഗ്രഹ, അവിടുത്തെ ആ ചരണാരവിന്ദങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ ഭക്തി പരവശം, അവിടുത്തെ ചരണാരവിന്ദങ്ങളെ എൻ്റെ ഭക്തി പരവശം പിടിച്ചിരിക്കുന്ന, മുറുകെ പിടിച്ചിരിക്കുന്ന ആ പിടി, ഭവാനി, അല്ലയോ ദേവി ഭവാനി, ഭവതീം സ്തോതും കിമപി മാം മുഖരീകരോതി, നിന്തിരുവടിയെ സ്തുതിക്കാൻ എന്നെ എങ്ങനെയോ, കിമപി എങ്ങനെയൊക്കെയോ വാചാലനാക്കിയിരിക്കുന്നു. മുഖരീകരോതി, വാചാലൻ ആക്കിയിരിക്കുന്നു. അതായത് നിന്തിരുവടിയെ സ്തുതിക്കാൻ ഞാൻ അശക്തനാണെങ്കിലും കൂടി ഈ സംസാര താപത്തിൻ്റെ ക്ലേശത്തിൽ നിന്നും രക്ഷപ്പെടാനായി അവിടുത്തെ ചരണകമലങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ ഗാഢമായ ഭക്തിയുടെ ആവേശം, എൻ്റെ ഭക്തിയുടെ ആ ഒരു ഉദ്വേഗം എന്നെ അവിടുത്തെ സ്തോത്രരചനാസാഗരത്തിൽ കൂടി കടത്തിവിടാൻ ഉതകുന്ന ഒരു തോണിക്കാരനെ പോലെ ഭവിച്ച് നിന്തിരുവടിയെ സ്തുതിക്കാൻ എന്നെ എങ്ങനെയോ വാചാലനാക്കി തീർത്തിരിക്കുന്നു. ശിവാനന്ദ ലഹരിയെ ഓർമ്മിപ്പിക്കുന്ന വളരെ സുന്ദരമായ ഒരു ആശയം അല്ലേ? എങ്ങനെ ഒരു തോണിക്കാരൻ, ഒരു നാവികൻ സമുദ്രത്തിൽ വള്ളം തുഴഞ്ഞ് കരയിലേക്ക് കയറ്റി വിടുന്നുവോ, അതുപോലെ മന്ദമതിയായ എന്നെയും അവിടുത്തെ ഭക്തി, ആ ഭക്തി തരുന്ന ആത്മ ഉത്തേജനം സ്തോത്രരചനയുടെ മറുകരയിലേക്ക് നയിക്കുന്നു എന്ന് സാരം. സംസാര താപം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങൾ, യാതനകൾ, നൊമ്പരങ്ങളൊക്കെ. ആ യാതനകൾ 3 വിധത്തിലുള്ളവയാണ്. ആധ്യാത്മിക താപം, ആത്മാവിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ അവനവൻ്റെ മനസ്സ്, വികാരങ്ങൾ സംബന്ധിച്ച് ദുഃഖം. മറ്റുള്ളവരിൽ നിന്നുമുള്ള വൈകാരികമായ ആശാഭംഗം, ഭയം, ബന്ധുമിത്രാദികളുടെ വിയോഗം എന്നിങ്ങനെ കണക്കിലടങ്ങാത്ത മാനസിക ദുഃഖവിശേഷങ്ങളെല്ലാം ഇതിൽ പെടും. പിന്നെ ആധിദൈവികം, വിധിവശാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സംഭവിക്കുന്ന യാതനകൾ, അഗ്നിബാധ, പ്രകൃതിക്ഷോഭം, ഭയങ്കരമായ രോഗബാധ മുതലായവ കൊണ്ടുള്ള ദുഃഖങ്ങൾ. പിന്നെ ആധിഭൗതികം, മൃഗങ്ങളിൽ നിന്നും ദുഷ്ടജനങ്ങളിൽ നിന്നും നേരിടുന്ന അപ്രതീക്ഷിതമായ ശാരീരിക ആക്രമണങ്ങൾ, അപകടങ്ങൾ, ആകസ്മികമായ അത്യാഹിതങ്ങൾ ഒക്കെ. ഇങ്ങനെ ഈ ജീവിതത്തിൽ ഓരോരുത്തർക്കും സംഭവിക്കാവുന്ന മാനസികവും ശാരീരികവുമായ സകല യാതനകളുടെയും വിഘ്നങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ഉത്സാഹം കെടുത്തുന്ന നിരാശകളുടെയും ഒക്കെ ആകത്തുകയാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത്. സംസാര ദുഃഖത്തിൻ്റെ കാരണങ്ങളാണ് 5 വിധത്തിലുള്ള വിപര്യായങ്ങൾ. അവയാണ് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, പിന്നെ ഭയം. ഇതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നോക്കാം. സംസാര ദുഃഖത്തിൽ നിന്നുമുള്ള മുക്തി
ഈശ്വരാനുഗ്രഹം കൊണ്ട് സിദ്ധിക്കുന്ന അലൗകികമായ ഭക്തി ഒന്നിൽ കൂടി മാത്രമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്തോത്ര പാരായണാദികൾ വഴി ദേവിയുടെ കല്യാണ ഗുണങ്ങളെ സദാ ചിന്തനം ചെയ്യുന്നത് തന്നെയാണ് അതിനുള്ള ഏക വഴി എന്നതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 5-ാമത്തെ ശ്ലോകം നോക്കാം. സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങളും ഒരു വിനോദമായി അനായാസേന ചെയ്യുന്ന പഞ്ചകൃത്യപരായണയായ ദേവിയുടെ വൈഭവമാണ് ഈ ശ്ലോകത്തിലെ വിഷയം. സൂതേ ജഗന്തി ഭവതി ഭവതി ബിഭർത്തി ജാഗർത്തി തത്ക്ഷയകൃതേ ഭവതി ഭവാനി മോഹം ഭിനത്തി ഭവതി ഭവതി രുണദ്ധി ലീലായിതം ജയതി ചിത്രമിതം ഭവത്യാഹ. ശബ്ദഭംഗിയുള്ള ഒരു പദ്യമാണ് ഇത്. സൂതേ ജഗന്തി ഭവതി ഭവതി ബിഭർത്തി ജാഗർത്തി തത്ക്ഷയകൃതേ ഭവതി ഭവാനി മോഹം ഭിനത്തി ഭവതി ഭവതി രുണദ്ധി ലീലായിതം ജയതി ചിത്രമിതം ഭവത്യ. അർത്ഥം നോക്കാം. ഭവാനി അല്ലയോ ഭവനായ ശ്രീ പരമേശ്വരൻ്റെ ശക്തിയായ ദേവി, ശിവാംശഭൂതയായ ശ്രീ പരാശക്തി, ഭവതി ജഗന്തി സൂതേ, നിന്തിരുവടി ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. ശിവാദിഭൂമി പര്യന്തമുള്ള 36 തത്വങ്ങളുടെ അംശമായ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു. പിന്നെ ഭവതി ബിഭർത്തി, സൃഷ്ടിച്ചതിനെയൊക്കെ അവിടുന്ന് താങ്ങുന്നു, എന്ന് വെച്ചാൽ പോഷിപ്പിക്കുന്നു. ജാഗർത്തി തത് ക്ഷയകൃതേ ഭവതി, അവയൊക്കെ യഥാകാലം ക്ഷയിപ്പിക്കാനും സംഹരിച്ച് ബീജഭാവത്തിൽ തന്നിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കാനും നിന്തിരുവടി ജാഗരൂകയായി ഇരിക്കുന്നു. ശൈവതന്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള പഞ്ചകൃത്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് പല പ്രഭാഷണങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആദ്യത്തെ 3 കൃത്യങ്ങൾ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഇനി അടുത്ത 2 കൃത്യങ്ങൾ ജീവികളെ മാത്രം സംബന്ധിച്ച 2 കൃത്യങ്ങളാണ്. തിരോധാനം, അനുഗ്രഹം എന്ന 2. ജാഗർത്തി തത്ക്ഷയകൃതേ ഭവതി ഭവാനി കഴിഞ്ഞാൽ പിന്നെ മോഹം ഭിനത്തി ഭവതി ഭവതി രുണദ്ധി. ഇതിൻ്റെ അന്വയം ഇങ്ങനെ പിരിക്കണം. മോഹം രുണദ്ധി ഭവതി ഭിനത്തി ഭവതി. മോഹം രുണദ്ധി ഭവതി, നിന്തിരുവടി ജീവികളെ മായാന്ധകാരമാകുന്ന മോഹത്തിൽ മുക്കി നിമജ്ജനം ചെയ്ത് സ്വസ്വരൂപ ആവരണമാകുന്ന തിരോധാനം നിർവഹിക്കുന്നു. യഥാർത്ഥത്തിൽ 2ാമത്തെ ക്രിയയായ സ്ഥിതി പ്രക്രിയയിൽ സംഭവിക്കുന്നതാണ് തിരോധാനവും അനുഗ്രഹവും. ജീവികളെ മോഹത്തിൽ ആഴ്ത്തലാണ് തിരോധാനം. എന്താണ് ഈ മോഹങ്ങൾ? തമോമോഹോ മഹാമോഹസ്താമിസ്രോ ഹ്യന്ധസംജ്ഞിതഃ അവിദ്യാ പഞ്ചപർവൈഷ പ്രാതുർഭൂത മഹാത്മനഃ. സംസാരത്തിൻ്റെ കാരണങ്ങളായ 5 വിധത്തിലുള്ള വിപര്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ സൂചിപ്പിച്ചതാണ്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, പിന്നെ ഭയം. ഇവയ്ക്കുള്ള സംജ്ഞകളാണ് തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നീ 5. സാഖ്യകാരികയിലും അതനുസരിച്ച് വിഷ്ണുപുരാണത്തിലും വിസ്തരിച്ച് വിവരിച്ചിട്ടുള്ളതാണ് ഈ സംഗതികൾ. എന്തൊക്കെയാണ് ഈ മോഹങ്ങളുടെ സ്വഭാവം എന്ന് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഭൗതിക വിഷയങ്ങളായിട്ടുള്ള പ്രകൃതി, ശരീരം, മനസ്സ്, അന്ധക്കരണങ്ങൾ, പഞ്ചതന്മാത്രകൾ ഇവയൊക്കെ ആത്മാവാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് തമസ് എന്ന് പറയുന്ന അവിദ്യ. ലൗകികമായ അറിവ്, ജ്ഞാനം, പിന്നെ ചില സാധനകളിൽ കൂടിയൊക്കെ നേടിയെടുക്കുന്ന അണിമാതി സിദ്ധികൾ എന്നിവ പ്രാപിച്ചതുകൊണ്ട് താൻ ജ്ഞാനിയായി അല്ലെങ്കിൽ സിദ്ധനായി എന്ന് തെറ്റിദ്ധരിക്കുന്നതും, പിന്നെ താൻ സ്വയം നേടിയതായി കരുതുന്ന സമ്പത്ത്, ഐശ്വര്യം, പുത്രകളത്രാദി ബന്ധങ്ങൾ എന്നിവയിലുള്ള ആത്മാഭിമാനവും ആണ്
മോഹം എന്ന് പറയുന്ന അസ്മിത. ശബ്ദം, സ്പർശം മുതലായ ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തിയും അഭിലാഷവുമാണ് മഹാമോഹം എന്ന് പറയുന്ന രാഗം. ഈ അഭിമാന വസ്തുക്കളൊക്കെ തനിക്ക് ലഭിക്കാതെയാവുന്നതുകൊണ്ട് ഉണ്ടാകുന്ന കോപവും അസഹിഷ്ണുതയുമാണ് താമിശ്രം എന്ന് പറയുന്ന ദ്വേഷം. അതുതന്നെ ഇനി തനിക്ക് ഒരിക്കലും കിട്ടാതെ പോയേക്കോ എന്നുള്ള ഭയം, ക്രോധത്തിൻ്റെ അടുത്ത പടിയായിട്ടുള്ള ഭയം ആണ് അന്ധതാമിശ്രം. ഈ 5 പാതഞ്ജല യോഗസൂത്രങ്ങളിൽ പഞ്ചക്ലേശങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മോഹാന്ധകാരത്തിൽ ജീവികളെ നിമജ്ജനം ചെയ്ത് യഥാകാലം അവരുടെ മോഹം ഭിനത്തി ഭവതി. അനുഗ്രഹകൃത്യത്തിലൂടെ ജീവികളുടെ മോഹത്തെ നിന്തിരുവടി ഛേദിക്കുന്നു, ഇല്ലാതാക്കുന്നു. ശൈവതന്ത്രങ്ങളിൽ ഈ അനുഗ്രഹക്രിയയ്ക്ക് ഉള്ള പേരാണ് ശക്തിപാദം. ആ വിഷയം വിസ്തരിച്ച് വിവരിച്ചിട്ടുള്ള വേറൊരു പ്രഭാഷണത്തിൻ്റെ വീഡിയോ ഇവിടെ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വീണ്ടും ഇവിടെ വിസ്തരിക്കുന്നില്ല. വീണ്ടും നമുക്ക് ശ്ലോകത്തിലേക്ക് മടങ്ങാം. ലീലായിതം ജയതി ചിത്രമിതം ഭവത്യാഹ. അല്ലയോ അമ്മേ, ഇപ്രകാരമുള്ള നിൻ്റെ ഈ പഞ്ചകൃത്യങ്ങൾ എന്ന ഇതം ചിത്രം, ഈ വിചിത്രമായ ആശ്ചര്യമായ ഭവത്യാ ലീലായുധം, നിന്തിരുവടിയുടെ കേവലം സ്വന്തം ആനന്ദത്തിന് വേണ്ടി മാത്രമുള്ള അനായാസേനയുള്ള വിനോദം, 5 തരത്തിലുള്ള ക്രീഡകൾ ജയതി, വിജയിക്കുന്നു. ലളിതോപാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്രീഡാതേ ലോകരചന സഖാതേ ചിന്മയ ശിവ ആഹാരസ്തേ ചിദാനന്ദോ വാസസ്തേ ഹൃദയം സതാം. അല്ലയോ ഭഗവതി, ലോകം സൃഷ്ടിക്കലാണ് അവിടുത്തെ ക്രീഡ. ചിന്മയനായ ശിവൻ ആണ് ഭഗവതിയുടെ സഖാവ്. ചിദാനന്ദ രസം തന്നെയാണ് അവിടുത്തെ ആഹാരം. ഭക്തഹൃദയം തന്നെയാണ് നിന്തിരുവടിയുടെ വാസസ്ഥാനം. ശിവശക്തികൾ ലീലയായി നിർവഹിക്കുന്ന ഈ പഞ്ചകൃത്യങ്ങൾ ആണ്. അതേ പഞ്ചകൃത്യങ്ങൾ ജീവികളിലും അനുദിനം സംഭവിക്കുന്നുണ്ട് എന്ന് ശൈവതന്ത്രങ്ങൾ പറയുന്നുണ്ട്. അവയാണ് ആഭാസനം, രക്തി, വിമർശനം, ബീജാവസ്ഥാപനം, വിലാപനം എന്നീ പഞ്ചകൃത്യങ്ങൾ. അതും കൂടി എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ആഭാസനം എന്നത് സൃഷ്ടിയാണ്. ഒരു വസ്തുവെ ആദ്യമായി കാണുകയോ അല്ലെങ്കിൽ മറ്റ് 4 ഇന്ദ്രിയങ്ങളിലൂടെ അറിയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വസ്തുജ്ഞാനം ആണ് ആഭാസനം എന്ന് പറയുന്ന സൃഷ്ടി. രക്തി എന്നത് അങ്ങനെ അറിഞ്ഞ വസ്തുവെയോ വിഷയത്തെയോ ബോധത്തിൽ സൂക്ഷിച്ച് ആസ്വദിക്കലാണ് സ്ഥിതികർത്തവ്യത്തിന് സമാനമായിട്ടുള്ള രക്തി. വീണ്ടും മറ്റൊരു വസ്തു സംബന്ധിച്ച വിഷയം ഗ്രഹിക്കുമ്പോൾ ആദ്യത്തെ വസ്തുവിൻ്റെ രക്തി ഇല്ലാവുന്നതാണ് വിമർശനം. അത് സംഹാരത്തിന് സമാനമാണ്. എന്നാൽ വസ്തുബോധം താൽക്കാലികമായി അപ്രത്യക്ഷമായി എങ്കിലും അതിൻ്റെ അനുഭവങ്ങൾ സൂക്ഷ്മീഭവിച്ച് വാസനാരൂപത്തിലുള്ള സംസ്കാരങ്ങളായും സംസ്കാരങ്ങളൊക്കെ സ്മൃതി അഥവാ ഓർമ്മ എന്ന ബീജരൂപത്തിൽ അന്തർലീനമായി മറയ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ് വിലയം അഥവാ ബീജാവസ്ഥാപനം എന്ന തിരോധാനം. ഇത്രയും കാര്യങ്ങൾ സാധാരണ ജനങ്ങളിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ സദ്ഗുരുവിൻ്റെ ശിക്ഷണത്തിലൂടെ അഭ്യാസ പരിശീലനം നേടിയ ഒരു യോഗി സകല സംസ്കാര ബീജങ്ങളെയും ചിദഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഹഠഭാഗ പ്രശമം എന്ന പ്രക്രിയയാണ് വിലാപനം. സകല ലോകാനുഭവങ്ങളും ഏകമായ ആത്മഭാവത്തിൽ ലയിപ്പിക്കുന്ന ഈ സ്വാത്മസാത്കരണം ശക്തിപാദത്തിലൂടെയോ അല്ലെങ്കിൽ യോഗ സമാധിയിലൂടെയോ സിദ്ധിക്കുന്ന അനുഗ്രഹമാണ്. സകല വാസനകളുടെയും വിത്തുകൾ മുഴുവനും കരിഞ്ഞ് തീർന്നതിന് ശേഷം പൂർണ്ണതയിലേക്കുള്ള പ്രവേശനം, അതാണ് വിലാപനം എന്ന്
പറയുന്ന 5-ാമത്തെ കൃത്യം അനുഗ്രഹം. ഇതൊക്കെ ശക്തിസൂത്രം എന്നറിയപ്പെടുന്ന പ്രത്യഭിജ്ഞാ ഹൃദയത്തിൽ ആചാര്യ ശ്രീ ക്ഷേമരാജൻ വിവരിച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം അവസാനിപ്പിക്കാം. അടുത്ത ശ്ലോകം അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ നന്ദി, നമസ്കാരം.